ഈ ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. 1000 വിശുദ്ധ ദൂതന്മാരുമായി ലോകരക്ഷിതാവും സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരാൻ സമയമായി. ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് തന്റെ രാജ്യത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദൗത്യം കർത്താവിന്റെ മരണത്തോട് പൂർത്തീകരിച്ച് തന്നിൽ വിശ്വസിക്കുന്ന ആഹ്വാനം നൽകി സ്വർഗാരോഹണം ചെയ്തു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഇനി വീണ്ടും വരുന്നത്. വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയ സ്നേഹിതരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് വരാൻ പോകുകയാണ്. ഇനി ഏത് ദിവസമെന്നോ ഏത് വർഷമെന്നോ ഒന്നും പറയാൻ കഴിയാത്ത നിലയിൽ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്റെ വരവിന്റെ സമയം മുൻകൂട്ടി അറിയിച്ചിരുന്ന ലോക സംഭവങ്ങളും അടയാളങ്ങളൊക്കെ ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്നേഹിത, നിങ്ങൾക്ക് ഒരുങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം കർത്താവിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇതൊരു അവസരമായി കണ്ട് നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് വരാറായി കേട്ടോ. ഇനി അധികം സമയമൊന്നുമില്ല. ജീവിതത്തിലെ എല്ലാ ലോകപരമായിട്ടിരിക്കുന്ന ശീലങ്ങളെയും സ്വഭാവങ്ങളെയൊക്കെ വിടാൻ സമയമായി. കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ സമയമായി. കർത്താവ് വന്നാൽ തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കും. അവരുമായി സ്വർഗരാജ്യത്തിലേക്ക് കർത്താവ് പോകും. ശേഷിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുള്ള നരകമാണ്. ഒരിക്കലും വിടുതലില്ലാത്ത, ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത നിത്യ നരക ശിക്ഷാവിധി എന്ന് പറയുന്നത്. അതിലകപ്പെടാതെ യേശു കർത്താവ് ഒരുക്കിയിരിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇനിയും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മെസ്സേജ് കേൾക്കുന്ന സമയം നിങ്ങളുടെ ഹൃദയ കർത്താവിന് വേണ്ടി ഒരുക്കുക, ജീവിത കർത്താവിന് വേണ്ടി കൊടുക്കുക. നിങ്ങളെയും ചേർക്കുവാൻ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. കർത്താവ് വരാൻ പോവുകയാണ്. വരവ് വാതിൽക്കൽ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ഗോഡ് ബ്ലെസ് യു.